കഴിഞ്ഞ എപ്പിസോഡിൽ ഇദ്ദേഹം പറഞ്ഞു, കാരണം എന്താണ് മക്കാസായി അതിന്റെ നെടുന്തൂണാണെന്ന് പറഞ്ഞു. നെടുന്തൂണ് എല്ലാരും അതില് നാടൻ പാട്ടാണ് മെയിൻ, അറിയാലോ. മിമിക്സ്, കോമഡി സ്കിറ്റ് ഉണ്ട്, സ്പോട്ട് ഡബ്ബിംഗ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഇൻഡിവിജ്വൽ ഐറ്റം ഉണ്ട്. അതെന്താണ് സ്പോട്ട് ഡബ്ബിംഗ്? 50 സീനുകൾ സ്ക്രീനിലിട്ടിട്ട് നമ്മൾ ലിപ്പ് സിങ്കിനനുസരിച്ച് 50 താരങ്ങൾക്ക് വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ഡബ് ചെയ്യും. കണ്ടിന്യൂസ് ചെയ്യും. ഞാനത് അമൃത ടിവിയുടെ തന്നെ കോമഡി മാസ്റ്റേഴ്സിൽ ഒരു 3 വർഷം മുമ്പ് ഞാനത് ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും എനിക്കൊരു ബ്രേക്കായ ഒരു പ്രോഗ്രാം ആയിരുന്നു കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതിനുശേഷം ഒരുപാട് പ്രോഗ്രാം കിട്ടി കാണുമല്ലോ. വിദേശത്തൊക്കെ പോയിട്ടുണ്ട്. എവിടെയൊക്കെ പോയിട്ടുണ്ട്? ഞാൻ ഷാർജ, ബഹ്റിൻ, ദുബായ് ഒക്കെ പോയിട്ടുണ്ട്. UAE മുഴുവൻ. അപ്പൊ എങ്ങനെയാണ് നമുക്കൊന്ന് തുടക്കം കുറിക്കുക? ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിനെ ഒന്ന്. തീർച്ചയായിട്ടും. ഞാൻ ഇപ്പോൾ ഇവര് പോകുമ്പോൾ ഇവർ പാട്ട് പാടും, ഞാൻ പാട്ട് പാടാത്ത ഒരാളാണ്. അപ്പോൾ കരോക്കെ ഇട്ടിട്ട് മിമിക്രി ചെയ്താൽ എങ്ങനെ ഉണ്ടാവുന്ന ഒരു പരീക്ഷണം ഞാൻ നടത്തി. അതായത് സിനിമയിലെ ഡയലോഗ് ട്രാക്ക് വരും, നമുക്ക് പറയേണ്ട ഭാഗം നമ്മൾ ബ്ലാങ്ക് ആക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ 6-ാം തമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിൽ ലാലേട്ടനും മഞ്ജു ചേച്ചി നമ്മളൊരു കോംബോ സീനുണ്ട്. നല്ല ആ ഒരു ഇൻട്രോ മഞ്ജു ചേച്ചിനെ, അവിടെ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാറാണ് അവിടെ ലാലേട്ടന് പകരം വരുന്നെങ്കിൽ ഡയലോഗിന്റെ സ്റ്റൈലും മാറും. എന്താവുന്നു ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ആ ട്രാക്ക് ഒന്ന് പ്ലേ ചെയ്യുകയാണെങ്കിൽ ഞാൻ അത് ചെയ്യാം. മഞ്ജു ചേച്ചിയോട് മറുപടി പറയുന്നത് ലാലേട്ടന് പകരം വെള്ളാപ്പള്ളി നടേശൻ സാറാണ്. അതായത് ഞാൻ വെറും ഒരു സാമുദായിക പ്രവർത്തകനാ. ഇവിടെ ചുറ്റമ്പലത്തിൽ എന്താ കാര്യം? ഇത് പൊതുവഴിയല്ല. അതല്ല, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യനാണ്. അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. അല്ല, ഇതെന്താണ്? കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടു വന്നിരിക്കുകയാണോ? അതെ. അല്ലാന്ന് തോന്നാൻ മാഷ്ക്ക് ഭഗവതിയെ മുമ്പ് കണ്ട പരിചയമൊന്നുമില്ലല്ലോ. അല്ല, സത്യമായിട്ടും ഈ മഞ്ഞ സാരി, മഞ്ഞ ബ്ലൗസ്, ഈ മഞ്ഞപ്പിത്തം പിടിച്ച പോലുള്ള മുഖം, അതെല്ലാം കണ്ട ശരിക്കും അങ്ങനെ തന്നെ. ഈ ചുറ്റമ്പലത്തിന്റെ ഉള്ളിലായതുകൊണ്ടേ അതിനുള്ള മറുപടി ഉണ്ണിമായ പറയണില്ല. കോലത്തെ തമ്പുരാട്ടിയാടോ മാഷേ? അതേതാ ടീച്ചറെ, ഞാൻ അറിയാത്തൊരു തമ്പുരാട്ടി കോലോത്ത്. ഈ ഞാൻ ആരാണാവോ? അതെ, വെള്ളാപ്പള്ളി കോലോത്തെ നടേശൻ തമ്പുരാൻ എന്ന് പറയും. കണ്ടാലും പറയും ഒരു തമ്പുരാൻ. അല്ല, ഞാനൊരു കാര്യം പറഞ്ഞ ശരിക്കും എന്താ സംഭവം? ശംഭു മഹാദേവാ. ഇത് എൻ്റെ ഒരു കണ്ടുപിടുത്തം, അതൊരു സ്ക്രിപ്റ്റിംഗ് ഉണ്ട്. അപ്പൊ അങ്ങനെ ആണ് ഇപ്പോ ലേറ്റസ്റ്റ് സ്പോട്ട് ഡബിങ്ങിന് ശേഷം എന്തെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കരോക്കെ മിമിക്രി എന്നൊരു ഐറ്റം. അല്ല, ഇതൊരു വലിയ പ്രയാസമേറിയ കാര്യമാണ്. കാരണം മിമിക്രി ഒരുപാട് വന്ന് എല്ലാവരും കണ്ട് ടിവിയിലൂടെ എല്ലാം അടുത്തിരിക്കുന്ന സമയത്ത് പുതിയ ഐറ്റം ഇറക്കുക എന്ന് പറയുന്നത് ഞാനും പിഷാടിയൊക്കെ ആയിട്ട് സംസാരിക്കാറുണ്ട്. അപ്പോൾ പിഷു പറയും, ചേട്ടാ വലിയ പ്രയാസമാണ്, നമ്മൾ ഒരെണ്ണം അവതരിപ്പിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു. അത് അപ്പം തന്നെ റെക്കോർഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ യൂട്യൂബിലും പാട്ടിൽ എന്ന് പറഞ്ഞ ഓൾഡ് ഈസ് ഗോൾഡ് ഉണ്ട്, പക്ഷെ മിമിക്രിയിൽ ഒട്ടും ഇല്ല. മറ്റ് ഏതെങ്കിലും കലാകാരന്മാരെ ഒരു അവതരിപ്പിക്കാൻ ഞാൻ ഒരു 10 വർഷം മുമ്പൊക്കെ നടന്മാരുടെ ശബ്ദങ്ങൾ കുറേ വന്നപ്പോൾ ഞാൻ നടിമാരെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്താലൊന്ന് ആലോചിച്ചു. ആ സമയത്ത് ഞാനൊരു റിയാലിറ്റി ഷോയിൽ വരികയും അന്നത്തെ ജഡ്ജായിരുന്നു കൽപ്പന ചേച്ചി. എനിക്ക് അത്രയും അടുപ്പമുള്ള, എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ചേച്ചി. ആ ചേച്ചി സിനിമയിൽ സംസാരിക്കുന്ന രീതിയല്ല. ഞാൻ ആ ഷോയിൽ പങ്കെടുക്കുമ്പോൾ നമ്മളെ ജഡ്ജ് ചെയ്യുമല്ലോ, ആ ഒരു ജഡ്ജ്മെൻറ്റ് വോയിസ് ഒന്ന് അനുകരിക്കാം കൽപ്പന ചേച്ചിയുടെ. മോൻ ചെയ്ത ക്യാരക്ടർ ഇപ്പൊ ജഗദീശേട്ടൻ പറഞ്ഞ പോലെ തന്നെ അത് ക്യൂട്ടായിരുന്നു പൊന്നെ, അത് പറയാതിരിക്കാൻ വയ്യ. പക്ഷെ ഇതുപോലൊരു സ്കിറ്റ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഫോർമാറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ അതിന്റെ ക്ലൈമാക്സ് നന്നാക്കുക. എനിവേ, അസലായിരുന്നു മക്കളെ, ഓൾ ദി ബെസ്റ്റ്. ചേച്ചിയുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആ ഷോയിൽ തന്നെ പഠിച്ച് അവതരിപ്പിക്കാനുള്ള ഒരു വേറെ ഫീമെയിൽ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ലളിതാമ്മ, KPS ലളിതാമ്മയുടെ ശബ്ദം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാരും അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ആ ശബ്ദം ഒന്ന് ചെയ്യാം. ഓ പിന്നെ ആരാടി എടി, ആരാന്നാ ചോദിച്ചേ? ആ മോഹം അവന്റെ മനസ്സിൽ ഇരിക്കത്തേ ഉള്ളൂ. കുഞ്ഞിലച്ചേടത്തിയുടെ കയ്യിൽ വേറെയും ഉണ്ട്. കാശിന് കാശ്, പഠിപ്പിന് പഠിപ്പ്, ഒന്നിനെയും അവക്ക് വേണ്ട. ഓ പിന്നെ ഈ പെണ്ണിന്റെ ഒരു പത്രാസ കണ്ടില്ലേ? അല്ല പിന്നെ അദ്ദേഹത്തിന് ഒരുപാടുണ്ട്, നിങ്ങൾക്കുണ്ട്. അപ്പൊ എങ്ങനെയാണ് അദ്ദേഹമായിട്ടുള്ളൊരു
ഷോസിനൊക്കെ പോയ ഒരു അനുഭവം? ഞാൻ മണിച്ചേട്ടൻ്റെ കൂടെ, മണിച്ചേട്ടൻ നാദൃഷിക ടീമിൻ്റെ കൂടെ പോകുമ്പോഴാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അന്ന് ദിലീപേട്ടൻ്റെ സല്ലാപത്തിലെ പൊന്നിൽ കുളിച്ചു എന്നുള്ള ആ ഒരു ഫിഗർ, വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടുള്ള ജൂനിയർ റേസേഴ്സ് എന്നുള്ള സംഭവമാണ് ഞാൻ അന്ന് കൂടുതൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് സ്റ്റാർ വോയിസ് ഒക്കെ ആയിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീട് പേരാമ്പ്ര, ചാലക്കുടിയിൽ നിന്നൊരു 4 കിലോമീറ്റർ, മണിച്ചേട്ടൻ്റെ വീടുമായിട്ടൊരു 5 കിലോമീറ്ററിൻ്റെ വ്യത്യാസമുള്ളൂ. അപ്പം ഞാൻ ആലപ്പുഴയിലാണ്, അന്ന് കൊയർ ബോർഡിൻ്റെ എന്തോ പ്രോഗ്രാം ആലപ്പുഴയിൽ. അപ്പം ഞാൻ നേരിട്ട് ട്രെയിനാണ് അവിടെ ചെല്ലുന്നത്. അപ്പോൾ പുതിയൊരാൾ വരുന്നുണ്ടെന്നുള്ള കോർഡിനേറ്റർ എന്നെ വിളിച്ച് അങ്ങനെ കൊണ്ടുപോയി. അവിടെ ഷോ ചെയ്തു, സല്ലാപത്തിലെ ആ ഒരു വേഷം ചെയ്തു. അദ്ദേഹം വന്ന് അഭിനന്ദിച്ചു. അപ്പം എന്നോട് ചോദിച്ചു, നീ എങ്ങനെ വന്നേക്കണേ? ഞാൻ പറഞ്ഞു, ഞാൻ ട്രെയിനാണ് വന്നത്. ഒരു കാര്യം ചെയ്യാം, നീ എൻ്റെ വണ്ടിയിൽ പോവാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു പജീറോയിൽ കയറിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് വന്നിട്ടുള്ള ആ ഒരു ആലപ്പുഴ ടു ചാലക്കുടി വരുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ, എൻ്റെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചോദിക്കുകയുണ്ടായത്. എന്താണ് വീട്ടിൽ ആരൊക്കെയുണ്ട്, എന്താ ചെയ്യുന്നു. അപ്പോൾ നമ്മളുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഷെയർ ചെയ്തു. അങ്ങനെ എന്താ പറയുക, ആ ഒരു സ്ഥലത്തെത്തിയപ്പോൾ വണ്ടി നിർത്തിയിട്ട് ഭക്ഷണമൊക്കെ പാഴ്സലായിരുന്നു. അങ്ങനെ ഇറങ്ങിയിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ചപ്പാത്തി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കറി ഒരു പാത്രത്തിലാണ്. എനിക്ക് പേടിയാണ്, കാരണം അദ്ദേഹം അതിൽ മുക്കി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചപ്പാത്തി. അപ്പോൾ മുക്കിക്കടാ ചാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് അത്രയും എന്താ പറയുക. അങ്ങനെ ഒരു കാര്യം ചെയ്യാം, നിന്നെ വീട്ടിൽ വിടാം. അപ്പോൾ ഞാൻ പറഞ്ഞു, വീട്ടിലേക്ക് മണിച്ചേട്ടനൊരു 4 കിലോമീറ്റർ കൂടെ അധികം വന്ന് പിന്നെ റിട്ടേൺ പോകണം. അത് മാത്രമല്ല, എൻ്റെ ബൈക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. അപ്പോൾ നിന്നെ റെയിൽവേ സ്റ്റേഷനിൽ വിടാം. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി വിട്ടു. എന്നിട്ട് കയ്യിലിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട്, എന്നെ വേദനിപ്പിച്ചില്ല കേട്ടോ, ഈ ഷെയ്ക്കൻ്റെ അല്ല, ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരു അനിയൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരു ചേട്ടനെ വിളിക്കണ പോലെ എന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് പോയിട്ടുള്ള ഒരു മണിച്ചേട്ടനെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അതിനുശേഷം കുറച്ച് അധികം ഷോസിൽ അദ്ദേഹത്തിൻ്റെ കൂടെ പോകാനായിട്ടൊരു ഭാഗ്യം ഉണ്ടായി. അപ്പം നമുക്കൊരു എന്താണ്, ഒരു പുതിയ എന്തെങ്കിലും ആവിഷ്കാരം ഉണ്ടെങ്കിൽ അതൊന്ന് കാണിച്ചാലോ? അടുത്ത കരോക്കെ ഈ പറഞ്ഞ പോലെ ലാലേട്ടൻ്റെ തന്നെ ചിത്രം രാവണപ്രഭുവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മാസ് സീനാണ് എനിക്ക്. സിദ്ദിഖ ലാലേട്ടനെ തടഞ്ഞു നിർത്തിയിട്ട് വഴിയിൽ വെച്ച് ഒരു ഫൈറ്റ് സീനുണ്ട്. ഭയങ്കര മാസ്, ലാലേട്ടൻ്റെ മാസിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സീൻ. അപ്പോൾ അത് ഞാൻ എടുത്തിരിക്കുകയാണ്. അവിടെ നമുക്ക് ലാലേട്ടൻ്റെ ശബ്ദം അവിടെ മായ്ച്ചു കളഞ്ഞിട്ട് സിദ്ദിഖയോട് പറയുന്ന മറുപടി പറയുന്നത് ഇവിടെ ഉമ്മൻചാണ്ടി സാറാണ്. അതെൻ്റെ ഒരു ഭാവനയിൽ ഞാനൊന്ന്, അപ്പോൾ ട്രാക്ക് കിട്ടോ. വലിയ തിരക്കില്ലെങ്കിൽ അതിവേഗം, ബഹുദൂരം, വേഗം പറ, എന്താ കാര്യം? ഈ ശേഖരണങ്ങളിന്റെ മോളെങ്ങനെ? ആ തലതെറിച്ച പെണ്ണിനെയാണോ സാറ് കല്യാണം കഴിക്കാൻ പോകുന്നത്? അതെ, ഞാൻ ഇപ്പോഴല്ലേ പരിചയപ്പെട്ടതും കല്യാണം ആലോചിച്ചതല്ല. തന്റെ പഴയ ഫ്രണ്ട് അല്ലേ? ഫ്രണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല, അറിയാം, പുലിവാല് പിടിക്കുക, അത്ര തന്നെ. അത് തന്നെയാണ് എന്റെ ചോദ്യം. താൻ എന്താ അവളെ തീർത്തും അങ്ങ് അവോയ്ഡ് ചെയ്ത് കളഞ്ഞത്? ടൈമില്ലായിരുന്നു സാർ, പെട്ടെന്നങ്ങ് ബിസിയായി. അണ്ടർവേൾഡ് പ്രിൻസ്. അണ്ടർവെയറോ? താൻ നല്ല സ്റ്റൈലായിട്ട് സംസാരിക്കുന്നു. ചുമ്മാതല്ല, ആ കൊച്ചു തന്നെ കേറി പ്രേമിച്ചത്. എന്താ മനസ്സിലായില്ല? അതേടോ, എന്റെ വുഡ്ബി എന്നോട് പറഞ്ഞു അവൾക്ക് തന്നോട് ഭയങ്കര പ്രേമമായിരുന്നു. ആയിരിക്കും, ഞാൻ ഭയങ്കര ഗ്ലാമർ ആയിരുന്നു ഒരു 10 കൊല്ലം മുമ്പ്. ഇപ്പോഴും മോശമൊന്നുമില്ല. ആണോ? എന്തോ ഇഷ്ടമാണ് എന്റെ ആളുകൾക്ക്. തനിക്ക് നല്ല ഇടി കൊണ്ട് ശീലമുണ്ട്. നല്ല തെറി കേട്ട് ശീലമുണ്ട്. 5 കൊല്ലം ബോക്സിംഗ് ചാമ്പ്യൻ ആയതിന്റെ കപ്പ് ഇരിപ്പുണ്ട് വീട്ടില്, കാണണോ നിനക്ക്? കപ്പോ? അല്ല, ഇടി. എടോ, 5 കൊല്ലം കേരളം ഭരിച്ചതിന്റെ കപ്പ് എന്റെ വീട്ടിലും ഇരിപ്പുണ്ട്. അത് കാണണോ തനിക്ക്? അത് കാണണോ? ഞാൻ ഇവിടെ വിടുക. അത് നന്നായി. ചോദിച്ചു വാങ്ങിയൊരു ട്രാൻസ്ഫർ. എന്നാ വേഗം വിട്ടോ, അതിവേഗം, ബഹുദൂരം, സവാരി ഗിരിഗിരി. അല്ല പിന്നെ അങ്ങനെ